നമ്മളെല്ലാവരും ലിഫ്റ്റ് ചോദിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ലിഫ്റ്റ് കൊടുക്കുന്നവരായിരിക്കും. പക്ഷേ ലിഫ്റ്റ് കൊടുത്തത് ഒരു സൈക്കോയ്ക്കാണെങ്കിലോ? പറഞ്ഞു വരുന്നത് 2015 പുറത്തിറങ്ങിയിട്ടുള്ള സർവൈവൽ ത്രില്ലർ ജോണറിൽപ്പെട്ട കെർവ് എന്ന മൂവിയെ പറ്റിയാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി ആരംഭിക്കുന്ന മാലറി എന്ന പേരുള്ള നമ്മുടെ നായികയെ കാണിച്ചുകൊണ്ടാണ്. അവൾ ഒറ്റയ്ക്കൊരു സ്ഥലത്തേക്ക് കാർ ഓടിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ മാലറിയുടെ കല്യാണം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുക്കത്തിനായിട്ട് ഡെൻവറിലേക്കാണ് അവൾ പോകുന്നത്. പക്ഷേ അവൾക്ക് ഈ കല്യാണത്തോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ലായിരുന്നു. കൂടാതെ ഈ കല്യാണം വേണോന്ന് പോലും അവൾ ആലോചിച്ചു പോയി. അങ്ങനെ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് അവൾ വണ്ടി മെയിൻ റോഡിൽ നിന്ന് മറ്റൊരു റൂട്ടിലേക്ക് തിരിക്കും. കാരണം ഇതൊരു ഷോർട്ട് കട്ടായിരുന്നു. പക്ഷേ അവൾ ആ റൂട്ടിൽ കൂടെ ഒരുപാട് നേരം പോകത്തില്ല. അതിനു മുമ്പ് തന്നെ വണ്ടി ഡാമേജ് ആകും. അവിടെ വെച്ച് വണ്ടി സ്റ്റാർട്ടാക്കാൻ അവൾ ഒരുപാട് ശ്രമിക്കും. പക്ഷെ ഒന്നും തന്നെ നടക്കത്തില്ല. എന്നാൽ ഹെൽപ്പിനായിട്ട് ഫോൺ എടുത്ത് ആരെങ്കിലും വിളിക്കാമെന്ന് വെച്ചാലോ, ഫോണിലൊട്ട് സിഗ്നലും ഇല്ല. സത്യം പറഞ്ഞാൽ ആ റോഡിൽ ഇവളല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ ഇവള് നല്ലപോലെ ടെൻഷൻ ആകുന്നുണ്ട്. എന്നാൽ കാറിലിരുന്നത് ഡ്രിങ്ക് കുടിക്കാമെന്ന് വെച്ച് തുറക്കുമ്പോഴാണ് അതെല്ലാം ഇവളുടെ മേത്തേക്ക് വീഴുന്നത്. അങ്ങനെ ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് അവൾ കാറിൻ്റെ പിന്നിലേക്ക് പോകും. ആ ടൈമിലാണ് പെട്ടെന്ന് ഒരാൾ വരുന്നത് കണ്ട് ഇവളെ ഞെട്ടുന്നത്. ഇവൻ്റെ പേരാണ് ക്രിസ്ത്യൻ. ഇവൻ ചോദിക്കും എന്തു പറ്റി, വണ്ടി ഡാമേജ് ആയുമെന്ന്. അതോടൊപ്പം തന്നെ അവളുടെ അവസ്ഥ കണ്ടിട്ട് ഇവന് സഹതാപം തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ ആ വണ്ടി റിപ്പയർ ചെയ്യാൻ തുടങ്ങും. മാലറിയുടെ ഭാഗത്തിന് അവന് വണ്ടിയെല്ലാം റിപ്പയർ ചെയ്യാൻ അറിയാമായിരുന്നു. അങ്ങനെ ക്രിസ്ത്യൻ വണ്ടിയെല്ലാം റിപ്പയർ ചെയ്യും. ഇത് കണ്ടിട്ട് മാലറി അവരോട് താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകാൻ തുടങ്ങും. അവിടെ നിന്ന് അവൾ കുറച്ച് ദൂരം വണ്ടി എടുത്തുകൊണ്ട് പോകും. ആ ടൈമിലാണ് ഇവൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരം പറ്റുന്നത്. അവൻ എന്നെ സഹായിച്ചതൊക്കെയല്ലേ, പിന്നെ എങ്ങനെ അവനെ ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ച് അവൾ ക്രിസ്ത്യനെ വിളിച്ച് ലിഫ്റ്റ് കൊടുക്കും. പക്ഷേ മാലറി മനസ്സിലാക്കുന്നില്ല ഇതവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള തീരുമാനമായിരുന്നെന്ന്. തുടക്കത്തിൽ ക്രിസ്ത്യൻ്റെ പെരുമാറ്റം അവൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ പോകെ പോകെ അവൻ്റെ സംസാര രീതി തന്നെ മാറിക്കൊണ്ടിരുന്നു. അവൻ അവളോട് വളരെ മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഈ ടൈമിൽ മാലറിക്ക് പിടികിട്ടും അവൾ ഉദ്ദേശിച്ചതുപോലെ ഒരു നല്ലവനായിട്ടുള്ള ഒരുത്തനല്ല അവനെന്ന്. അവൻ്റെ മറ്റൊരു മുഖം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൾ അവനോട് പറയും കാറിൽ നിന്ന് ഇറങ്ങാൻ. എന്നാലോ അവന് ആ കാറിൽ നിന്ന് ഇറങ്ങാൻ ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കയ്യിലുള്ള കത്തി അവളുടെ നേരെ ചൂണ്ടിയിട്ട് പറയും ഞാൻ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ കൊന്നുകളയുമെന്ന്. അങ്ങനെ മറ്റൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ ക്രിസ്ത്യൻ പറയുന്നത് അനുസരിക്കും. അവൾ വണ്ടി മുന്നിലേക്ക് എടുക്കും. പക്ഷേ കുറച്ച് മുന്നിലേക്ക് പോകുമ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് തൊട്ടടുത്തിരിക്കുന്ന ക്രിസ്ത്യൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെന്നുള്ള കാര്യം. അങ്ങനെ ലാസ്റ്റായിട്ട് രക്ഷപ്പെടാൻ ഒരു വഴി കണ്ട അവൾ വണ്ടിയുടെ സ്പീഡ് കൂട്ടിയിട്ട് തൊട്ടടുത്ത വളവിലെ ഹാൻഡ് റെയിലിലേക്ക് ഇടിപ്പിക്കും. അതുകൊണ്ട് തന്നെ വണ്ടി നേരെ ഒരു കൊക്കയിലേക്ക് വീഴും. പിന്നീട് നമ്മൾ കാണുന്നത് വണ്ടി തലകുത്തി കിടക്കുന്നതാണ്. മാലറിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കും. പക്ഷെ അവളുടെ കാല് സീറ്റിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് പുറത്ത് കടക്കാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലോ സീറ്റ് ബെൽറ്റ് ഇടാത്ത ക്രിസ്ത്യൻ തെറിച്ച് പുറത്തേക്ക് വീഴുകയും ചെയ്യും. അവന് മാലറിയുടെ അത്ര പരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബോധം വന്ന ഉടനെ തന്നെ അവൻ മാലറിയുടെ അടുത്ത് വന്ന് കളിയാക്കുന്നതല്ലാതെ അവളെ ഹെൽപ്പ് ചെയ്യത്തില്ല. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യും. കാറിനകത്ത് കുടുങ്ങിക്കിടന്ന മാലറി അവളെ കൊണ്ട് പറ്റുന്ന പോലെ അലറി വിളിക്കും. പക്ഷെ ആരും തന്നെ ആ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പതിയെ രാത്രിയായി തുടങ്ങി. മാലറി ഇപ്പോഴും ആ കാറിൻ്റെ അകത്ത് തന്നെയാണുള്ളത്. അവളെ കൊണ്ട് ഒറ്റയ്ക്ക് രക്ഷപ്പെടാനും സാധിക്കില്ല. കാരണം ആ കാറിൻ്റെ ഡോറ് ലോക്കായിരുന്നു. രാത്രിയായപ്പോൾ മാലറിക്ക് നന്നായി തണുക്കാനും തുടങ്ങി. പക്ഷേ ഭാഗ്യത്തിന് വണ്ടിയിൽ സ്പെയർ ഡ്രസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾ രക്ഷപ്പെടും. അതുമാത്രമല്ല കാറിൽ കുറച്ച് ബാട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹീറ്റർ വർക്ക് ആകുന്നുണ്ടായിരുന്നു. പക്ഷേ തണുപ്പ് മാത്രമല്ലായിരുന്നു അവിടുത്തെ പ്രശ്നവും. ഇവളുടെ വണ്ടി കിടന്നത് കാട്ടിലേക്കുള്ളൊരു വഴിയുടെ അവിടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിറച്ച് വന്യമൃഗങ്ങളായിരുന്നു. ഇത് കണ്ട ഉടനെ തന്നെ അവൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യും. അങ്ങനെ നേരം വെളുക്കും. ആ ടൈമിൽ അവൾക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല കുപ്പിയിലെ വെള്ളവും തീരാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസവും കടന്നു പോകും. അവൾക്ക് അവിടെ നിന്ന് ഒരടി പോലും അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മൂന്നാമത്തെ ദിവസമായി. വന്നവളുടെ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിലാണ് ക്രിസ്ത്യൻ അങ്ങോട്ടേക്ക് കളിയാക്കാനും കൂടി വരുന്നത്. അവനവിടെ വന്നിട്ട് കാറിൽ കിടക്കുന്ന മാലറിയുടെ അവസ്ഥ കണ്ടിട്ട് വളരെയധികം ഹാപ്പിയാകും. ഇതൊന്നും പോരഞ്ഞിട്ട് അവളെ ഒന്നുകൂടെ മാനസികമായിട്ട് തളർത്താൻ അവൻ ഫുഡും വെള്ളവും എല്ലാം കൊണ്ടുവന്ന് അവളുടെ മുന്നിലിരുന്ന് കഴിക്കും. ഇവിടെ അടുത്തൊരു ക്യാബിനുണ്ട്. ഇപ്പോൾ അവിടെ കാലിയാണ്. പക്ഷെ അവിടെ ഒരു ഫാമിൽ താമസിക്കുന്നുണ്ട്. അവരെല്ലാം ഇവിടെ പുറത്തു പോയേക്കുവാണെന്ന് ക്രിസ്ത്യൻ മാലറിയോട് പറയും. മാലറിയുടെ അവസ്ഥ കണ്ടിട്ട് ഏകദേശം അവൾ മരിക്കാറായെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ക്രിസ്ത്യൻ അവിടുന്ന് പോകും. അന്ന് രാത്രി മാലറിക്ക് അവളുടെ വണ്ടിയിൽ നിന്ന് ഒരു ലൈറ്റർ കിട്ടും.
അതുപയോഗിച്ച് അവൾ തീയിട്ട ശേഷം കഷ്ടപ്പെട്ട് ഉറങ്ങാൻ ശ്രമിക്കും. കുറച്ച് കഴിയുമ്പോൾ അവൾ ഞെട്ടി എഴുന്നേക്കും. നോക്കുമ്പോഴോ അവളുടെ മേത്ത് എലി കയറാൻ തുടങ്ങുന്നു. ഒന്നാമതേ അവൾ സഹി കെട്ടിരിക്കുക, അതിൻ്റെ കൂടെ ഇതും കൂടെ. അങ്ങനെ അവൾ കലിപ്പ് കയറിയിട്ട് ഒരു എലിയെ തല്ലിക്കൊല്ലും. ഏതാണ്ട് 3 ദിവസമായി മാലറി എന്തെങ്കിലും കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ ആ കൊന്ന എലിയെ തന്നെ കഴിക്കും. പിറ്റേ ദിവസം ഫോൺ റിങ് ചെയ്യുന്നതായിട്ടാണ് മാലറി എഴുന്നേൽക്കുന്നത്. അവൾ ആ ഫോൺ തപ്പിയെടുക്കും. ആ ടൈമിലോ ക്രിസ്ത്യൻ അങ്ങോട്ടേക്ക് വരും. വരുന്നത് കണ്ട ഉടനെ തന്നെ ഇവൾ ആ ഫോൺ എടുത്ത് ഒളിപ്പിച്ച് വെക്കും. വന്ന ഉടനെ അവൻ പറയും, ക്യാബിനിലുള്ള ആൾക്കാർ തിരിച്ചു വന്നു, പക്ഷേ ഞാൻ അവരെ പൂട്ടിയിട്ടു. നീ എന്തിനാ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നതല്ലേ എന്ന് അവൻ ചോദിക്കും. ആ ടൈമിൽ മാലറി ഫോൺ ഒളിപ്പിച്ച് വെച്ചിട്ട് അവൻ കണ്ടുപിടിക്കും. അവൻ അവളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ തട്ടിയെടുത്തിട്ട് നിലത്തിട്ട് ചവിട്ടും. എന്നിട്ട് ഒരു അറക്കവാളെടുത്ത് അവൾക്ക് കൊടുക്കും. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നതാണെന്ന് ക്രിസ്ത്യൻ അവളോട് പറയും. ഇത് കണ്ടിട്ട് മാലറിക്കൊന്നും മനസ്സിലാകത്തില്ല. അവളെ ചോദിക്കും, ഇതുകൊണ്ട് ഡോറ് കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന്. ക്രിസ്ത്യൻ പറയും, ശരിയാ, ഡോറ് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ നിൻ്റെ കാല് മുറിച്ച് രക്ഷപ്പെട്ടോളാൻ. ഇതെല്ലാം പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. ക്രിസ്ത്യൻ്റെ ഈ വക സ്വഭാവം കാരണം അവളുടെ ജീവിതം തന്നെ മടുത്തു തുടങ്ങിയിരുന്നു. എങ്ങനെയാലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉള്ളായിരുന്നു അവളുടെ മനസ്സിൽ. പക്ഷെ അവൾക്ക് സ്വന്തം കാല് മുറിക്കാനുള്ള ധൈര്യമൊന്നുമില്ലായിരുന്നു. അന്ന് രാത്രിയായപ്പോൾ ഇവൾക്ക് നല്ലപോലെ ദാഹിക്കാൻ തുടങ്ങി. ഏറെക്കുറെ ദാഹിച്ച് മരിക്കാറായി. പക്ഷേ ഇവളെ ലക്ക് കാരണം ഒരു മഴ പെയ്യും. അതുകൊണ്ട് തന്നെ ഇവൾ കുറേ വെള്ളം പിടിച്ച് കുടിക്കും. കുറച്ച് കഴിയുമ്പോൾ അവൾ റേഡിയോ ഓണാക്കും. ആ ടൈമിലാണ് അതിൽ പറയുന്നത് കനത്ത മഴ കാരണം റോഡ് മുഴുവൻ വെള്ളം കയറി കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ ട്രാഫിക് കുറയ്ക്കാനായിട്ട് എല്ലാവരും ഷോർട്ട് കട്ട് എടുക്കണമെന്ന്. ഇതെല്ലാം കേട്ട ഉടനെ തന്നെ അവൾക്ക് നല്ലൊരു പ്രതീക്ഷ തോന്നും. കാരണം ആരെങ്കിലും അവളെ രക്ഷിക്കാൻ വന്നാലോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു കാർ ആ റോഡിൽ വരും. പക്ഷേ ഇവളുടെ ഗതികേടിനോ അതാ ക്രിസ്ത്യൻ്റെ കാറായിരുന്നു. ആ ടൈമിലാണ് ഇവൾക്കൊരു ഐഡിയ തോന്നുന്നത്. കാല് മുറിച്ച ടൈമിൽ ഇവൾ മരിച്ചെന്ന് ക്രിസ്ത്യൻ വിചാരിച്ചോട്ടെന്ന് ഇവൾ ഓർക്കും. അതുകൊണ്ട് തന്നെ അവിടെ കിടന്ന ചത്ത എലികളുടെ എല്ലാം ബ്ലഡ് എടുത്ത് ഇവൾ കാലിൽ തേക്കും. എന്നാൽ ഈ ഐഡിയയിൽ ക്രിസ്ത്യൻ വീഴുകയും ചെയ്യും. അവൻ കയ്യിലുള്ള ടോർച്ച് ഉപയോഗിച്ച് അവൾ മരിച്ചെന്ന് ഉറപ്പ് വരുത്താനായിട്ട് അടുത്തേക്ക് വരും. ആ ടൈമിൽ ഇവൾ കയ്യിലുള്ള കത്തി വെച്ച് അവനെ കുത്തും. എന്നിട്ട് അവൻ്റെ കയ്യിലെ താക്കോല് പിടിച്ചു വാങ്ങിച്ച് വണ്ടി ലോക്കാക്കിയ ശേഷം അത് പുറത്തേക്ക് വലിച്ചെറിയും. രാത്രി ആയതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ അത് തപ്പിയെടുക്കാനും പറ്റത്തില്ല. ഇത്രയും മഴയുള്ളതുകൊണ്ട് പാതി വഴി നിർത്തിയിട്ട് ക്രിസ്ത്യൻ്റെ വണ്ടി കണ്ട് ആരെങ്കിലും അവളെ രക്ഷിക്കാൻ വരുമെന്നായിരുന്നു അവളുടെ പ്ലാൻ. ക്രിസ്ത്യൻ അവിടെ നിന്ന് റോഡിൽ ചെന്ന് അവൻ്റെ വണ്ടി ശരിയാക്കിക്കൊണ്ടിരിക്കും. ആ ടൈമിൽ അങ്ങോട്ടേക്ക് ഒരു പോലീസുകാരും വരും. ആ ഓഫീസർ കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ മാലറി അവളെ കൊണ്ട് പറ്റുന്ന പോലെ അലറാൻ തുടങ്ങും. പക്ഷേ ആ മഴയുടെ സൗണ്ട് കാരണം ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ ആ ടൈമിൽ വളരെ പാവമായിട്ട് അഭിനയിക്കും. എൻ്റെ ക്യാബിൻ ഇവിടെ തൊട്ടടുത്താണ്, മഴ കാരണം ഞാനിവിടെ കുടുങ്ങിപ്പോയതാണെന്ന് അവൻ പറയും. ഇത് കേട്ടിട്ട് ആ പോലീസുകാരൻ അവന് ലിഫ്റ്റും കൊടുക്കും. ഈ ടൈമിൽ തന്നെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട മാലറി മനസ്സിലാക്കും ഇനി എന്തെങ്കിലും ചെയ്തില്ലേ അവൾ അവിടെ കിടന്ന് മരിക്കുമെന്ന്. അങ്ങനെ അവൾ ഉള്ള ധൈര്യമെല്ലാം സംഭരിച്ച് രണ്ടും കൽപ്പിച്ച് കാല് മുറിക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ അവളുടെ ടൈം നല്ലതായിരുന്നത് കൊണ്ട് തന്നെ മഴയുടെ ശക്തി കൂടും. അങ്ങനെ അവിടെ നിറച്ച് വെള്ളം കയറി ആ കാർ മുന്നിലേക്ക് നീങ്ങി താഴെ വന്ന് വീഴും. താഴേക്ക് വീണത് കൊണ്ട് തന്നെ ആ കാറിൻ്റെ ഡോർ അവൾക്ക് തുറക്കാൻ പറ്റി. അങ്ങനെ മാലറി അവിടെ നിന്ന് രക്ഷപ്പെടും. ആ ടൈമിൽ അവൾക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. ആ ടൈമിലാണ് അവളുടെ മുന്നിൽ ഒരു ക്യാബിൻ കാണുന്നത്. അവിടെ നിന്ന് ഒരു നിലവിളി ശബ്ദവും. ഇത് കേട്ട ഉടനെ തന്നെ അവൾ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലി. ഇത് ക്രിസ്ത്യൻ മുമ്പ് പറഞ്ഞ അതേ ക്യാബിൻ തന്നെയായിരുന്നു. അവിടെ ക്രിസ്ത്യൻ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളത് തന്നെ മാലറി ആ ക്യാബിന് ചുറ്റും നടക്കും. ആ ടൈമിലാണ് ക്രിസ്ത്യന് മുമ്പ് ലിഫ്റ്റ് കൊടുത്ത പോലീസുകാരനെ അവൻ കൊല്ലുന്നത് മാലറി കാണുന്നത്. ആ ക്യാബിനിലുള്ള എല്ലാവരെയും അവൻ നേരത്തെ കൊന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ മകളായിട്ടുള്ള കേറ്റിയെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ട് രക്ഷിക്കാനായിട്ട് മാലറി അകത്തേക്ക് വരും. ആ ഒരു ടൈമിൽ തന്നെ ക്രിസ്ത്യന് ഉള്ളിലേക്ക് വരും. പക്ഷേ മാലറി ബുദ്ധിപൂർവ്വം പോലീസുകാരൻ്റെ തോക്ക് മുൻപേ എടുത്തിട്ടുണ്ടായിരുന്നു. അവളിത് ക്രിസ്ത്യൻ്റെ നേരെ ചൂണ്ടി ഉടനെ തന്നെ അവൻ മാലറി ആക്രമിക്കാനായിട്ട് തുടങ്ങും. മാലറി ആ ടൈമിൽ കേറ്റിയോട് ഓടി രക്ഷപ്പെടാൻ പറയും. അതിനുശേഷം മാലറി അവനെ പിടിച്ച് ക്യാബിൻ്റെ 2ാം നിലയിൽ നിന്ന് താഴേക്ക് തള്ളിയിടും. അങ്ങനെ അവൻ അവിടെ നിന്ന് ചെന്ന് വീണ് കാല് കുടുങ്ങുന്നതോ അവൻ തന്നെ സെറ്റ് ചെയ്തു വെച്ചത് ട്രാപ്പിനകത്ത്. അവനവിടെ കിടന്ന് നിലവിളിക്കും. അവൻ്റെ കണ്ടീഷൻ നല്ല മോശം അവസ്ഥയിലുമാകും. അവിടെ നിന്ന് ഇത് കണ്ട് മാലറിയും ക്രിസ്ത്യനും അവൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് മാലറി കാലുകൊണ്ടൊരു കത്തി തട്ടിയിട്ടിട്ട് പറയും, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ വഴി മാത്രമേ ഉള്ളൂ, നീ നിൻ്റെ കാല് മുറിച്ച് രക്ഷപ്പെട്ടോളാൻ. പക്ഷേ ആ വേദന കാരണം അവനങ്ങനെ ചെയ്യത്തില്ലെന്ന് മാലറിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ക്രിസ്ത്യനെ അവിടെ മരിക്കാൻ വിട്ടിട്ട് അവർ രണ്ട് രക്ഷപ്പെടും. ക്രിസ്ത്യൻ അവസാനം മരിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു സീനോട് കൂടിയാണ് നമ്മുടെ മൂവി ഇവിടെ എത്തിയിരുന്നത്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.